ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ രാവിലെ തന്നെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഞാൻ യാമി കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാന്നേ. യാമി ഉറക്കം എണീറ്റിട്ടുണ്ട്. നേരത്തെ എണീറ്റേ, എന്നിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങിയേനി. ഇന്ന് കുറച്ച് വേഗം എണീറ്റതുകൊണ്ട്. അപ്പൊ ചേച്ചിക്കുട്ടിക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് ചേച്ചി തൊട്ടിൽ ആട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് വേഗം യാമീന്റെ കുറുക്കെല്ലാം ഉണ്ടാക്കട്ടെ. ഇപ്പൊ എന്നാ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരോ ദിവസവും പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാം എടുത്തു, അത് കുടിക്കുന്നില്ല, ഇത് കുടിക്കുന്നില്ല, അതാണ് അവസ്ഥ. അങ്ങനെ ഓരോന്ന് പുതിയത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് കുറച്ച് സാധനങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എന്താന്നുള്ളത്. ഇന്ന് ഞാൻ അവിൽ കുറുക്കാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് അവില് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. അത് നല്ലോണം കുതിർന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് ഇതിനകത്ത് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ ലോട്ടസ് സീഡ് ഉണ്ടല്ലോ അതും പിന്നെ ഈത്തപ്പഴം, അത് 3 വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് നമുക്ക് കുറുക്കി എടുത്താൽ മതി. സംഭവം സിമ്പിളാണ്. പക്ഷെ ഇത് കൊടുത്തപ്പോൾ യാമിക്ക് ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിനെ. പക്ഷെ വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു 1-2 പ്രാവശ്യം കൊടുത്തപ്പോൾ. അവില് പൊതുവേ അങ്ങനെയാണെന്ന് നമ്മൾ പറയലുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് വല്ലപ്പോഴും മാത്രമേ കൊടുക്കാറുള്ളൂ. ബാക്കി കുറുക്കെല്ലാം എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ രാവിലെ ഒന്നും കഴിക്കൂല. അങ്ങനെയുള്ള സമയത്ത് ഇടയ്ക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്നിട്ട് ഇതാക്കി കൊടുക്കൽ. അങ്ങനെ ഇല്ലാത്ത കുട്ടികൾക്ക് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ യാമിക്ക് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിനെ. കുടിക്കാൻ ഭയങ്കര മടിയാണ്. ഇപ്പോൾ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലോ കളിക്കണം. എൻ്റെ സൗണ്ട് മൊത്തം എടുത്ത് കളിപ്പാട്ടും എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചെങ്കിലും ഒന്ന് വയറ്റിലേക്ക് എത്തൂലൂ. ഇതിൽ നമ്മൾ ഓൾറെഡി ഈത്തപ്പഴം ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പനങ്കൽക്കണ്ടിയോ എക്സ്ട്രാ മധുരമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലേ. ഹെൽത്തിയാണ്, മധുരത്തിന് മധുരം ഉണ്ടാവുകയും ചെയ്യും. അപ്പം ഇപ്പൊ നമുക്ക് 8ാം മാസം കഴിയുന്നതോടുകൂടി നട്ട്സ് ഒക്കെ കൊടുക്കാന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഈത്തപ്പഴം ഡേറ്റ്സും നട്ട്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും 8-9 മാസം ആകുമ്പോൾ. ഞാനിപ്പോ 9ാം മാസത്തിലാണ് കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പം 2 ദിവസമല്ല, ഇപ്പൊ ആയി. ഇന്നലത്തേക്ക് 10ാം മാസം സ്റ്റാർട്ട് ചെയ്തു. 16-ാം തീയതിയാണ് ബർത്ത് ഡേറ്റ് വരുന്നത്. അപ്പൊ ഓരോ 16 ആകുമ്പോൾ ഓരോ പുതിയ മാസം തുടങ്ങുമല്ലോ. ഇപ്പൊ 10ാം മാസം സ്റ്റാർട്ട് ചെയ്തു യാമിക്ക്. കമ്മിന്നുണ്ടാ കള്ളിപ്പെണ്ണേ, ഇതാ എന്റെ അമ്മേ. ഈ കള്ളിപ്പണി ഇപ്പൊ എന്ത് സാധനാന്നറിയാ? തൊട്ടിൽന്ന് കമിഞ്ഞിട്ട് എണീറ്റിരിക്കും. ചിരിക്കുന്ന പറയുമ്പോ വീണ് പോവൂലേ? ഓ എന്റെ അമ്പോ ആവശ്യം വന്ന് വീണ് പോവൂലേ അമ്മി? വീണ് പോവൂലേ പൊന്ന്? ചേച്ചി കളിക്കുന്നതിന്റെ ആവേശാണ്. അപ്പൊ ഇത് കുറുക്ക് റെഡി ആയിട്ടുണ്ടേ. ഇതാ സെറ്റ് ആയിട്ടുണ്ട്. യാമിക്കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഹൈ ചെയറിൽ ഇരുത്തലില്ലേ എന്നുള്ള കമന്റ്സ് ഉണ്ടായിട്ടുണ്ട്, കണ്ടിനെ. ഹൈ ചെയറിൽ ഇരുത്തിയിട്ട് കൊടുക്കലുണ്ട്. പക്ഷെ ഈ ഇറക്കാകുമ്പോ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചാരി കൊടുക്കാലോ. അതുകൊണ്ട് കംഫർട്ടിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതിൽ ഇരുന്നിട്ട് കളിക്കാനെല്ലാം തുടങ്ങി കേട്ടോ. ഇപ്പൊ ശരിക്കും ഇരിക്കാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് അതിനകത്ത് ഇരിക്കലുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. ചേച്ചി ഇവിടെ സെറ്റ് ആക്കി വെച്ചിന്. നമ്മൾ വരുമ്പോഴേക്ക് യാമീനെ കടുത്തേണ്ട സംഭവം എല്ലാം റെഡിയാക്കി വെച്ചിനെ. ഇനി നമ്മളിത് കുടിക്കട്ടെ. നിച്ചു കളിക്കുവാ? ഐ ലവ് യു നിച്ചു. അപ്പൊ നമ്മള് കുറുക്കെല്ലാം കുടിച്ചിട്ട് വന്നിട്ടുണ്ടേ. ഞാനിപ്പോ യാമിക്ക് കുറുക്ക് കൊടുക്കാൻ കടത്തിയ ആ ഒരു സാധനം ഉണ്ടല്ലോ, കടത്തുന്ന അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക്. നിങ്ങളെ വാവക്ക് ഒരു 2 മാസത്തിലുണ്ടാകുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കടത്തിയിട്ട് നമുക്ക് കുളിപ്പിക്കുകയും ചെയ്യാം. അത് ഉണങ്ങുന്ന സമയത്ത് 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റ് പൊസിഷൻ ആണ് കേട്ടോ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനകത്ത് അടിയിൽ ചെറിയൊരു തലണ വെച്ച് കൊടുത്താൽ ആ ഹൈറ്റ് കറക്റ്റ് ആയിട്ട് കിട്ടും. തല പൊങ്ങി കിട്ടുമല്ലോ ഫുഡ് കൊടുക്കാൻ. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയിന്. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കോട്ടെ. എന്തായാലും യൂസ്ഫുൾ ആവും. ഒരു 10 മാസം വരെ ഇതൊക്കെ സുഖമായിട്ട്. ഞാനിപ്പോ കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും എല്ലാം അതിനകത്ത് തന്നെ കടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ അങ്ങനെയല്ലേ കുളിക്കല്, അങ്ങനെയല്ലേ ഫുഡ് കഴിക്കല്. യാമിക്കുട്ടി പിടിച്ചു നിൽക്കാൻ തുടങ്ങിയിട്ടാ. ഇപ്പം എന്ത് കണ്ടാലും ഇപ്പൊ പിടിച്ചു നിൽക്കലാണ്. മുട്ടിൽ എഴയാൻ തുടങ്ങിയിട്ട് കുറേ ആയി. ഇപ്പൊ ഇതാ ഏത് കണ്ടാലും ഇപ്പൊ പിടിച്ചു നിൽക്കലാന്ന് പണി. കുളിയെല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമെന്ന് ആള്. ചെറിയൊരു ഉറക്കം വരുന്നുണ്ട്. അതിനോട് ഞാൻ വേഗം കുളിപ്പിച്ചു. കുറുക്ക് കുടിച്ച് കുറച്ച് കഴിഞ്ഞ ആട്. ഇപ്പൊ ഒരാൾ കൂടെ തന്നെ വേണം. എനിക്ക് പേടിയാന്ന് കേട്ടാ. ഇങ്ങനെ കൈ വിട്ടോണ്ടിരിക്കുകയും ചെയ്യും. ഒരു കൈ ചിലപ്പോൾ 2 കൈയും അങ്ങ് വിടും. എന്തെങ്കിലും സാധനം എടുത്ത പാട്. ഇതാ ഓരോ സ്റ്റെപ്പെല്ലാം ഇങ്ങനെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു തുമ്മല്. നമ്മൾ ആറ്റുനൂറ്റി കാത്തിരുന്ന സാധനം ഇത് എത്തിയിട്ടുണ്ട്. ഇതെന്നായിട്ട് സാധനം? സ്പീക്കർ.
വെറുതെ യാമിക്ക് പാട്ട് വെച്ചിട്ട് യാമിനെ ജിൽ 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 ഡാൻസ് കളിപ്പിക്കണം. യാമി ചിലപ്പോൾ ഇപ്പൊ പാട്ടെല്ലാം കേൾക്കുമ്പോൾ ഇങ്ങനെ തുള്ളാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സ്പീക്കർ മേടിച്ചു കഴിഞ്ഞാൽ വെറുതെ പാട്ടെല്ലാം വെക്കാല. നമുക്ക് ടി വിയിലാകുമ്പോൾ സ്ക്രീനിൽ നോക്കും യാമി. നമ്മളിപ്പോൾ ചായ കുടിച്ച ഗ്ലാസ് അവിടെ സൈഡിലുണ്ട്, അത് എടുത്തു കൊടുക്കണം അത്ര. അമ്മക്ക് വലിയ ഇഷ്ടമാണ് വെറുതെ പാട്ട് വെച്ചിട്ട്, വെറുതെ പാട്ട് വെച്ചുകൂടെ എന്ന് പറയും. ഏട്ടൻ്റെ അവിടെ ഓഫീസിലുണ്ട് ഒരു സ്പീക്കർ. അത് പിന്നെ ഡോർ അടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ചാലും കാര്യമില്ലല്ലോ. അപ്പോൾ ഏട്ടന് ഡിസ്റ്റർബൻസ് ആവൂലേ. അപ്പോൾ നമുക്ക് ഹാളിൽ തന്നെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ടെല്ലാം ഇടക്കിടക്ക് കേൾക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അച്ഛനും അമ്മയും പുറത്ത് പോയിട്ടാണ് ഉള്ളത്, അതുകൊണ്ടാണ് കാണാത്തവർ. രാവിലെ പോയിട്ടുണ്ട്, ഒന്ന് ഹോസ്പിറ്റലിലെല്ലാം പോകണം. അതിന് വേണ്ടിയിട്ട് വന്നിട്ട് അമ്മക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കാം. ഇഷ്ടമായിനാ മുടിയെല്ലാം ചക്കരപ്പക്കറയായി നീച്ചൂസിൻ്റെ പാട്ട് വെച്ചു. നമുക്ക് ഡാൻസ് കളിപ്പിക്കാം. യാമിക്കുട്ടി ആണെങ്കിൽ അന്തം വിട്ടിട്ട് ഈ സൗണ്ട് എഴുന്നാ വരുന്നേന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ടി വിയിലെല്ലാം പാട്ട് കേൾക്കുമ്പോൾ കാലിങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഡാൻസ് കളിക്കുന്നവർ ഇങ്ങനെ ആക്കുവേ. അപ്പം സംഭവം മനസ്സിലായി ഇതിൽ നിന്നാണ് വരുന്നതെന്ന്. പിന്നെ അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കായേ. പിന്നെ കുറേ നേരം പാട്ടും വെച്ച് അങ്ങനെ കളിച്ച്. ഇന്ന് കണ്ണൂർ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവുകയാണേ. 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിള്ളേരെ റെഡിയാക്കണം, എനക്കും റെഡി ആവണം. ഇപ്പൊ വെഡിങ് പോകുമ്പോ റെഡി ആവലെല്ലാം ചെറുപടി കേട്ടോ. സമയേ കിട്ടില്ല റെഡി ആവാൻ വേണ്ടിട്ടൊന്നും. ഞാൻ ഒരാളെ കാണിച്ചു തരേ. യാമിക്കിട്ടി റെഡിയായി. യാമി പാവാടിയും കുപ്പായിലിട്ടിന അമ്മന്റെ കണ്ണൻ സുന്ദരി മുറ്റാനേ. ഒരാള് റെഡിയായി. ഇനി അമ്മയും ചേച്ചി റെഡി ആവട്ടെ. നമ്മൾ നേരെ പോയത് കണ്ണൂർ ക്യാപിറ്റൽ മാളിലേക്കാണ്. കുറേ ആയി ഈ മാളിൽ പോയിട്ട്. കാര്യമായിട്ടൊന്നും അവിടെ ഇല്ല കേട്ടോ. എന്നാലും ഒരു ബേബി ഷോപ്പ് ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. പക്ഷെ പോയപ്പോൾ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല, ഉദ്ദേശിച്ച സാധനമൊന്നും കിട്ടിയിട്ടില്ല. ഭയങ്കര പൈസ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഒഴിവാക്കി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പിള്ളേരെ കളിക്കേണ്ട ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെ ഒന്ന് നോക്കിയപ്പം പണ്ടത്തെ അതേ അവസ്ഥ തന്നെ, എക്സ്ട്രാ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നീച്ചുട്ടിക്ക് കുറച്ച് നേരം കളിക്കാമെന്ന് വെച്ച് പോയതാണ്. പക്ഷെ അതിലുള്ളതൊന്നും നീച്ചുട്ടിക്ക് വേണ്ട, കയറൊന്നും വേണ്ട എന്ന് പറഞ്ഞു. എന്നാലും ഒരു ഡെവലപ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് വെച്ച് പോയതാണ്. പക്ഷെ കാര്യമില്ല, മാൾ ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഉണ്ട് അത്ര കേട്ടോ. അപ്പോൾ ഏതായാലും പോയ സ്ഥിതിക്ക് ഫുഡ് കോർട്ട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വല്ലപ്പോഴും മാത്രമേ ഇങ്ങനത്തെ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കാറുള്ളൂ കേട്ടോ. ഇങ്ങനെ ഔട്ടിങ്ങിന് പോകുമ്പോൾ ഒരു മാസത്തിൽ നല്ല ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാണ് ഒരു ഇത്. എന്തായാലും മോശം തന്നെയാണ്, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 3-4 മാസമൊക്കെ കൂടുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് ഔട്ടിങ്ങിന് പോയിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ ആദ്യം തന്നെ മോമോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീംഡ് മോമോസാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. നിച്ചുട്ടിയുടെ ഫേവറേറ്റ് ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ പൊട്ടറ്റോ റോളും അതെല്ലാം. പോകുമ്പോൾ തന്നെ ഐസ്ക്രീം വാങ്ങിത്തരണം എന്ന് പറഞ്ഞിട്ടാണ് നിച്ചുട്ടി പോയത്. അപ്പോൾ യാമിക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്നൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല. ആ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഇങ്ങനെ തൊട്ടിട്ട് ഇങ്ങനെ വെറുതെ ആക്കി കൊടുത്തു. പിന്നെ ഞാൻ പഴം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു യാമിക്ക്, അതും കൊടുത്തേ. എനിക്കൊരു ബ്ലൗസ് പീസൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇറങ്ങിയത്. പക്ഷേ ഇതൊക്കെ കൂടെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം കറങ്ങി നടക്കുമ്പോഴേക്ക് സമയം പോയത് അറിഞ്ഞില്ല. കുറച്ച് ഇരുടാവലായി, പിന്നെ നല്ല ബ്ലോക്ക് ആയിരിക്കുമല്ലോ. പിന്നെ നമ്മൾ പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു. വരുന്ന സമയത്ത് രണ്ടാളും വണ്ടിയിൽ നല്ല ഉറക്കമാണ്. ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.